ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ രാവിലെ ഇതുപോലെ ചോറ് കറിയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി. ഇതിൻ്റെ പേര് അരിസി പരിപ്പ് സാദം. ഈ റെസിപ്പി എന്ന് പറയുന്നത് കോയമ്പത്തൂർ ഭാഗത്തൊക്കെ വളരെ പ്രശസ്തമാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്തേക്കുക. അരിസിപ്പരിപ്പ് സാദം തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് അരിയും ഒന്ന് തോരപ്പരിപ്പും. ഞാനിവിടെ 1 ഗ്ലാസിൻ്റെ അളവിലാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ചോറ് വെക്കുന്ന അരി ഏതായാലും എടുക്കാം. ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. 3/4 ഗ്ലാസ് അരി എടുക്കുക. ആ ബാക്കിയുള്ള സ്പേസിൽ തോരപ്പരിപ്പിടുക. എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. അപ്പോൾ 1 ഗ്ലാസ് അളവിൽ കൊണ്ടുവരിക. ഇനി അരിയും പരിപ്പും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 30 മിനിറ്റോളം അത് കുതിരാനായി മാറ്റി വയ്ക്കുക. അരി കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സർ ജാറിലേക്ക് 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കസ്കസ്. ഈ കസ്കസ് എന്ന് പറയുന്ന സാധനം ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മണം കിട്ടും കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഒരു പ്രഷർ കുക്കർ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോഴായിരിക്കും ഈ റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു 5-6 കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരുപാടായി പോരുത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കുക. സവാള പകുതി വഴന്ന ശേഷം അതിലേക്ക് 1 പച്ചമുളക് നെടുകെ കീറി ചേർത്ത് കൊടുക്കുക. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ അരച്ച് മാറ്റി വെച്ച വെളുത്തുള്ളി, കസ്കസ് ഇവയൊക്കെ ചേർത്ത് അരച്ചൊരു പേസ്റ്റ് ഇല്ലേ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റീൽ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവ് അല്പം കൂടിയ മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. എരിവ് അധികം ഇല്ലാത്തതാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ്. വേറെ ഒന്നും തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല. ഇനി പൊടികളുടെ പച്ചകുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം അരി ഒന്നിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളൊക്കെ ഒന്ന് അരിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അരി ചെറുതായി ഒന്ന് ചൂടായി കിട്ടുകയും ചെയ്യും.
ഇനി അരിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് അതിൻ്റെ അളവ്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 5 വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അരിസി പരിപ്പ് സാദം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കാണുമ്പോൾ തന്നെ അറിയാം, ചോറൊട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങ് ഉടച്ച് കളയരുത്, അടിയിൽ നിന്ന് വേണം മുകളിലോട്ട് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ അരി പൊട്ടിപ്പോകാതിരിക്കും. അരിസി പരിപ്പ് സാദത്തിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടം അല്ലെങ്കിൽ അച്ചാർ, ഇത് രണ്ടുമാണ് അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.